നമസ്കാരം. ഇപ്പോ മിക്ക ആൾക്കാർക്കും ഭരിക്കാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണ്ട അവസ്ഥയാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ തെറ്റുകളെ കമ്പയർ ചെയ്യാനോ ആണോ നമ്മൾ പുതിയൊരു ഗവൺമെന്റിനെ എലക്ട് ചെയ്യുന്നത്? മുമ്പുണ്ടായിരുന്ന തെറ്റുകൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ മുമ്പ് എന്തൊക്കെ സംഭവിച്ചിരുന്നോ ആ സംഭവങ്ങളൊന്നും സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും അത് ആവർത്തിക്കാതെ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുമല്ലേ നമ്മൾ പുതിയൊരു ഗവൺമെന്റിനെ എലക്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതെ. എന്നാല് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ 3 മാസം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, മുൻ മുഖ്യമന്ത്രി ചെയ്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? മുൻ മുഖ്യമന്ത്രിയുടെ സമയത്ത് ഒരുപാട് ആൾക്കാരെ കാണാതെ പോയിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം, കടലിൽ കാണാതെ പോയ മത്സ്യത്തൊഴിലാളികളെ അന്വേഷിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രശ്നത്തില് നമ്മുടെ മന്ത്രിമാര് വന്ന് സംസാരിക്കുന്നത് കേട്ടു. പിണറായി വിജയന്റെ സമയത്ത് 10 വർഷത്തിനിടെ 148 പേരെ കാണാതായി. ഇവിടെ ഇപ്പൊ 14 പേരെ കാണാതായി. പക്ഷെ അന്ന് 148 പേരെ കാണാതായായിരുന്നു. എന്തിനാ അത് ആവർത്തിക്കുന്നത്? അന്ന് കാണാതായിരുന്നു കാണും. പക്ഷെ അതുപോലെ ഇപ്പൊ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണോ പുതിയൊരു ഗവൺമെന്റിനെ എലക്ട് ചെയ്തത്? അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു റോഡിന്റെ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഉടനെ പറയും മുൻ മുഖ്യമന്ത്രിയുടെ സമയത്ത് ഇന്നതുപോലെ നടന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തു. പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അത് ഇപ്പോ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു ഗവൺമെന്റിനെ എലക്ട് ചെയ്ത് ആ സ്ഥാനത്തേക്ക് പിടിച്ചിരുത്തിയേക്കുന്നത്. അപ്പൊ ഇവരെന്തിനാണ് ഈ നാഴികയ്ക്ക് 40 വട്ടം മുൻ ഗവൺമെന്റ് ചെയ്തു എന്ന് പറയുന്നത്? അതിൽ എന്ത് മഹിമയാണുള്ളത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ സ്ഥിരം കേൾക്കുന്ന പല്ലവിയാണ്, ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭരിക്കാൻ വേണ്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി ആവശ്യമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനു വേണ്ടിയിട്ടല്ലല്ലോ, അതായത് മുമ്പുണ്ടായ കാര്യങ്ങൾ ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് നടത്തുന്നു, ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇവർക്ക് സംസാരിച്ചൂടെ? പക്ഷെ ഇവരാരും സംസാരിക്കുന്നില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ ഒരു വൃത്തികെട്ട സ്വഭാവമാണത്. ശരിക്കും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയല്ലേ? നമ്മൾ ആരും ഒരു വർഷം മുമ്പ് നടന്നത് എന്താണെന്നോ അല്ലെങ്കിൽ ഒരു 10 മാസം മുമ്പ് നടന്നത് എന്താണോ എന്ന് അറിയാനല്ല ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഗവൺമെന്റ്, നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ എല്ലാവരും അങ്ങനെയാണ്. ഒരു ഗവൺമെന്റ് കൊള്ളത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആ ഗവൺമെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പോരായ്മയോ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഇലക്ഷനും എക്സ്പെരിമെന്റ് നടത്തുകയാണ്. ജനങ്ങൾ എക്സ്പെരിമെന്റ് നടത്തുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് വിജയിച്ചോ ഇല്ലയോ എന്നറിയാനുള്ള ഒന്നാമത്തെ ഒരു മാർഗം എന്താണെന്നറിയാമോ? പുതിയ ഗവൺമെന്റ് ചാർജ് എടുത്തതിന് ശേഷം പുതിയ ഗവൺമെന്റിലുള്ള ആൾക്കാര് മുൻ മുഖ്യമന്ത്രി അല്ലെന്നുണ്ടെങ്കിൽ മുൻ ഗവൺമെന്റിന്റെ സമയത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. അതാണ് സത്യം. അതായത് മുമ്പിരുന്നപ്പോ ഉണ്ടായത് ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പുതിയ ആൾക്കാരെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് അവരാണ് ഡോമിനന്റ് എന്നുള്ളൊരു ചിന്തയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സേവകരാണവർ. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന റെപ്രസെന്റേറ്റീവ്സ് ആണവർ. എന്നാൽ ഒരു പദവി കിട്ടിക്കഴിയുമ്പോഴേക്കും അങ്ങ് ജാടയും അഹങ്കാരവുമാണ്. മിക്ക ആൾക്കാരുടെ ഒരു സ്ഥിര സ്വഭാവമാണ്, ഞങ്ങൾ പിന്നെ അജയ്യരാണ്, ഞങ്ങളെ കഴിഞ്ഞേയുള്ള ആൾക്കാർ, വേറെ ആരും ഇല്ല. മുമ്പ് ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, മാതൃക ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുത്തു വെക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് കമ്പയർ ചെയ്യാം. മുൻ മുഖ്യമന്ത്രി ഇന്നതൊക്കെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ മുൻ ഗവൺമെന്റിന്റെ സമയത്ത് നല്ല കാര്യങ്ങൾ നടന്നിരുന്നു, അതിനേക്കാട്ട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയാണ് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. ഇവിടെ കുറച്ച് മനുഷ്യരെ കടലിൽ കാണുന്നില്ല. അപ്പൊ കടലിൽ കാണാതായപ്പോഴേക്കും ഉടനെ പറയുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ സമയത്ത് 148 പേരെ കാണാതായിരുന്നു, അന്നേരം ഒന്നും പറയാനില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ കുറേ ദിവസങ്ങളും കൂടി സെർച്ച് നടത്തുന്നുണ്ട്. അതല്ല അവർക്ക് ആവശ്യം. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് മുൻ മുഖ്യമന്ത്രിയുടെ സമയത്ത് പോയോ ഇല്ലയോ എന്നുള്ളതല്ല അറിയേണ്ടത്, ഇപ്പൊ എന്ത് നടത്തുന്നു അത് മാത്രം പറഞ്ഞാൽ പോരെ. വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇപ്പൊ ഒരു 3-4 മാസം കൊണ്ട് ഈ മുൻ മുഖ്യമന്ത്രി, മുൻ ഗവൺമെന്റ് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ തുടങ്ങുന്നത് തന്നെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും നമുക്ക് എന്താ പറയേണ്ടത്, അത് നല്ലൊരു എക്സാമ്പിൾ അല്ല ഇവര് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്നത്. നല്ല എക്സാമ്പിൾ കാണിക്കുക.
പിന്നെ ഏതെങ്കിലും ഒരു പദ്ധതി അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അത് അത് തെറ്റാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത തീരുമാനം ശരിയായില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ജനങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയുക. എന്നിട്ടത് ശരിയായില്ല എന്ന് പറയാനും കൂടിയുള്ള ധൈര്യം ഗവൺമെന്റിലുള്ള ആൾക്കാർ കാണിക്കണം, ഭരിക്കുന്ന ആൾക്കാർ കാണിക്കണം. നമ്മൾ എപ്പോഴും തെറ്റുകൾ തിരുത്തുന്നവരെയാണ് നമ്മൾക്ക് ആഗ്രഹം, അല്ല തെറ്റുകൾ ആവർത്തിക്കുന്നവരെ അല്ല. നമ്മൾ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് പുതിയ പുതിയ എക്സ്പെരിമെന്റുകൾ നടത്തുന്നത്. ഓരോ ഗവൺമെന്റിനെയും നമ്മൾ സ്ഥാനത്ത് ഇരുത്തുന്നത് മറ്റ് ഗവൺമെന്റും അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ്, അല്ല തെറ്റ് ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല. അതിനു മുമ്പ് എന്തൊക്കെ തെറ്റുകൾ നടന്നോ അല്ലെങ്കിൽ അതിനു മുമ്പ് ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന, ജനങ്ങളെ വിഷമിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ കാര്യങ്ങളൊന്നും ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല പുതിയ ആൾക്കാരെ നിയമിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഗവൺമെന്റിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഭരിക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയക്കാര്, നേതാക്കള് മുൻ ഗവൺമെന്റ് ഇന്നത് ചെയ്തു, മുൻ മുഖ്യമന്ത്രി ഇന്നത് ചെയ്തു എന്നുള്ള വാക്കുകൾ ഇനിയെങ്കിലും ഒഴിവാക്കുക. അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ നിയോഗിച്ചത്. ആ ഒരു കാര്യം അതൊരു കടമയായിട്ട് ഉള്ളിൽ എടുത്തു വെച്ചിട്ട് ഇനിയെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു.